നമസ്കാരം. അങ്ങനെ മുംബൈ ഇന്ത്യൻസ് രണ്ടാമത്തെ മാച്ചിൽ ഗുജറാത്ത് ടൈറ്റൻസുമായിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ് അഹമ്മദാബാദിൽ. ഗുജറാത്ത് അവരുടെ ഹോം അഡ്വാൻറ്റേജ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് യൂസ് ചെയ്ത ഒരു മാച്ചിൽ അവർ മുംബൈക്ക് വേണ്ടി പ്രത്യേകം പിച്ച് തയ്യാറാക്കി കാത്തു വെച്ചിരിക്കുകയായിരുന്നു. ഗുജറാത്ത് ആദ്യം ബാറ്റ് ചെയ്തിട്ട് 196 അടിച്ചിരുന്നു. സായി സുദർശൻ നന്നായിട്ട് ബാറ്റ് ചെയ്തു, ഗില്ല് നന്നായിട്ട് ബാറ്റ് ചെയ്തു, അതുപോലെ ജോസ് ബട്ട്ലർ കുഴപ്പമില്ലാത്തൊരു ഇന്നിങ്സ് കളിച്ചു. ആ കണ്ടീഷൻസ് അനുസരിച്ച് അവർ നന്നായിട്ട് തന്നെ ബാറ്റ് ചെയ്തു. അവർക്ക് വേണ്ട ഒരു റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ബാറ്റ് ചെയ്യാനായിട്ട് അവരുടെ ബാറ്റ്സ്മാൻമാർക്ക് പറ്റി. തിരിച്ച് മുംബൈയിലേക്ക് വന്നപ്പോൾ പക്ഷേ തുടക്കത്തെ ആ ഒരു ഫേസിലും അതുപോലെ തന്നെ അവസാനം മുംബൈക്ക് ഒരുപാട് പാളി. പ്രത്യേകിച്ചും അവസാന ഫേസിൽ പ്രസിദ്ധ് കൃഷ്ണ, അതുപോലെ തന്നെ റാഷിദ് ഖാൻ, സിറാജൊക്കെ ബ്യൂട്ടിഫുള്ളായിട്ട് ബോൾ ചെയ്തുകൊണ്ട് തന്നെ മുംബൈക്ക് എന്തായാലും ഈ ഒരു മാച്ചിലേക്ക് അവർ പ്രതീക്ഷിച്ച രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചില്ല. രണ്ടാമത്തെ പരാജയം എന്ന് പറയുമ്പോൾ മുംബൈ കുറച്ചും കൂടെ ഒരു അപകട നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മാച്ചിൽ ടോസ് കിട്ടിയിട്ട് മുംബൈ ബോൾ ചെയ്യാൻ തീരുമാനിക്കുമായിരുന്നു. 11 തന്നെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സത്യനാരായണ രാജു എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ബോളറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. 13 റൺ വെച്ച് ഓരോ ഓവറിൽ വെച്ചിട്ട് പയ്യൻ കൊടുത്തു. തീരെ കൺട്രോൾ ഇല്ലായിരുന്നു. നല്ല വേരിയേഷൻസ് ഒക്കെ ഉള്ളതുപോലെ കാണിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ തീരെ കൺട്രോളിലായിരുന്നു. ജോസ് ബട്ട്ലറിനൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഒരു ബോളൊക്കെ അടിച്ചത്. അത്രയും സ്ലോവറൊക്കെ ഭയങ്കര സ്ലോവറായിട്ടും അതുപോലെ തന്നെ ഒരു ഫൈനൽ ഓവർ മാത്രം ഒരു ചെറിയ ഗ്ലിംസ് കാണിച്ചു. നന്നായിട്ട് എറിയുന്നുള്ളൂ, ഔട്ട്സൈഡ് ഓഫ് സ്റ്റെമ്പിലൊക്കെ ആക്യുറേറ്റ് ആയിട്ട് എറിയുന്നുണ്ടായിരുന്നു. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം കൃത്യമായിട്ട് ബോൾ വീണില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എക്സ്പെൻസീവായി. അപ്പോൾ ആ ടോട്ടൽ ഈ ഒരു ഗ്രൗണ്ടിൽ ഒരു 196 എത്താനായിട്ട് GT സഹായിച്ച് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ബാഡായിട്ടുള്ള ബോളിംഗ് പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ ഫീൽഡിങ്ങിൽ മുമ്പേ അത്ര നല്ലതായിട്ട് തോന്നിയില്ല. ഒരുപാട് മീൻസ് ക്യാച്ച് ഡ്രോപ്പ് ചെയ്തെന്നല്ല, ഒരുപാട് ബൗണ്ടറീസ് ഒക്കെ വിട്ടു, ഓവർ ത്രോ ബൗണ്ടറീസ് ഒക്കെ വിട്ടു. അങ്ങനെ ഒരു ടൈറ്റ് അല്ലാത്തൊരു കുറച്ച് ഈസി ആയിട്ട് ഈ മാച്ചിനെ എടുത്ത പോലെ തോന്നി മുംബൈ. അത്ര ഒരു മൊത്തത്തിൽ ഫസ്റ്റ് ഗുജറാത്ത് ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഫീൽഡിൽ അവർ 100% കൊടുത്തില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബോളിങ്ങിലാണെന്നുണ്ടെങ്കിലും ഇച്ചിരി ഇങ്ങനെ റണ്ണ് കൊടുത്തോണ്ടിരിക്കുന്നതിൽ അവരെ വെറിയുന്നതായിട്ട് നമുക്ക് തോന്നിയില്ല. പക്ഷേ ഗുജറാത്ത് അവരുടെ പ്ലാൻസ് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. ബാറ്റ് ചെയ്തപ്പോഴാണെന്നുണ്ടെങ്കിൽ പവർ പ്ലേ നോക്കുകയാണെങ്കിൽ 66 റണ്ണ് വന്നു. വീണ്ടും ഒരു മിഡിൽ ഫേസ് നോക്കുകയാണെങ്കിൽ ഒരു 13 ഓവർ ആയപ്പോഴത്തേക്ക് ഏകദേശം 121 റണ്ണ് വന്നു. 4 വിക്കറ്റേ പോയിട്ടുള്ളായിരുന്നു. പിന്നീട് അവസാനം അതിപ്പോൾ 196 എന്ന് പറഞ്ഞൊരു നല്ലൊരു ടോട്ടലിലേക്ക് അവർക്ക് എത്താൻ പറ്റി. തിരിച്ച് മുംബൈയുടെ ബാറ്റിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് പവർ പ്ലേയിൽ 48 റണ്ണ് അടിക്കാൻ പറ്റുള്ളൂ. ഇനി ഒരു മിഡിൽ ഫേസിൽ നോക്കുകയാണെങ്കിൽ ഒരു 13 ഓവർ കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ സ്കോർ 108 ആയിരുന്നു. ആ ഒരു മിഡിൽ ഫേസിൽ മാത്രം മുംബൈ ബാറ്റ് ചെയ്തപ്പോൾ നന്നായിട്ട് കളിച്ചു. അപ്പോൾ ആ തിലക് വർമ്മയും സൂര്യകുമാർ യാദവും കൂടെ ഉള്ള ഒരു പാർട്ട്ണർഷിപ്പ് കുറച്ച് മുംബൈക്ക് ഇതായിട്ട് വന്നു. വലിയ ഡിഫറൻസ് ഇല്ലാത്ത രീതിയിൽ ആ ഒരു സമയം 13 ഓവർ ആയപ്പോഴത്തേക്ക് എത്തി. പിന്നീട് ഗുജറാത്ത് ഭയങ്കരമായിട്ട് മാച്ചിനെ പിടിച്ചു. പ്രസിദ്ധ് കൃഷ്ണ ഒരു സ്പെല്ലെറിഞ്ഞു. 4 ഓവറിൽ 18 റണ്ണ് കൊടുത്തിട്ടുള്ളൂ. ആ ഒരു അവസാനത്തെ ആ സെഷനിലൊക്കെ എറിഞ്ഞ ഒരു രക്ഷയില്ലായിരുന്നു. സൂപ്പറായിട്ട് ബോൾ ചെയ്തു. കണ്ടീഷൻസിനനുസരിച്ച് സ്ലോവേഴ്സ് നന്നായിട്ട് പേസ് വേരിയേഷൻസ് കൊണ്ടുവന്നിട്ട് വട്ടം കറങ്ങി. മുംബൈ ബാറ്റ്സ്മാരൊന്ന് വട്ടം കറങ്ങുമായിരുന്നു എന്നിട്ട് കളിക്കാൻ പറ്റാത്ത അത്ര അടിപൊളിയായിട്ട് ബോൾ ചെയ്തു. റാഷിദ് ഖാൻ 2 ഓവർ എറിഞ്ഞുള്ളൂ, 10 റണ്ണേ കൊടുത്തുള്ളൂ. അതുപോലെ തന്നെ സിറാജ്, രോഹിത് ശർമ്മയുടെയും റിക്കിൾട്ടൻ്റെയും വിക്കറ്റ് എടുത്ത് സിറാജ്. രോഹിത് ശർമ്മയുടെ വിക്കറ്റ് ഒരു രക്ഷയില്ലായിരുന്നു. ക്ലീൻ ബൗൾഡ്. ഒരു ചാമ്പ്യൻസ് ട്രോഫി ടീമിനെടുക്കാത്തതിൻ്റെ വേണമെങ്കിൽ ഒരു മധുര പ്രതികാരം എന്ന് വേണമെങ്കിൽ പറയാം. അത് രക്ഷയില്ലാതെ ബോൾ ചെയ്തു. അപ്പോൾ കഴിഞ്ഞ മാച്ചിൽ എന്താണ് ഗുജറാത്ത് കളിപ്പിച്ചു, അതേ ടീമിനെ തന്നെ ഗുജറാത്ത് കളിപ്പിച്ചു. ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിയും സ്പോട്ട് ഓൺ ആയിരുന്നു. അവരുടെ പ്ലാൻസ് ഉണ്ടായിരുന്നു, അവർക്ക് അത് കൃത്യമായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തു. മുംബൈ കുറച്ച് ഈസിയാക്കി. ശരിക്കും പറഞ്ഞാൽ മുംബൈക്ക് ഈ മാച്ച് ജയിക്കാമായിരുന്നു, അതിനുള്ള എല്ലാ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ മുംബൈ ബോൾ ചെയ്തപ്പോൾ കുറച്ച് ഈസിയാക്കി. ഈ മാച്ചിലെ മാൻ ഓഫ് ദി മാച്ച് പ്രസിദ്ധ് കൃഷ്ണയാണ്. ടോട്ടലി ഡിസർവിംഗ് ആണ്. കാരണം ആ ഒരു അവസാനത്തെ സെഷനിൽ അവസാനത്തെ 7 ഓവറിൽ ആ റൺ റേറ്റ് കയറി പോകാതെ പിടിച്ച് കിട്ടിയത്. അതുപോലെ 2 വിക്കറ്റ് വിട്ടു. ഇനി സായി കിഷോർ നന്നായിട്ട് ബോൾ ചെയ്തു. കുറച്ച് കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാതെ തന്നെ ബോൾ ചെയ്തു. അപ്പോൾ ഇതാണ് മുംബൈ വേഴ്സ് ഗുജറാത്തിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. ഈ IPL എല്ലാ ടീമുകളും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഒരു വലിയ വ്യത്യാസം പെർഫോമൻസിൻ്റെ കാര്യത്തിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ മാർജിൻ ഓഫ് എറർ വളരെ കുറവാണ്. മുംബൈ അല്ല, ഇനി ഏത് വലിയ ടീമാണെന്നുണ്ടെങ്കിൽ ഓണ ഗിവൺ ഡേ അവർ പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അത്രയും എഫോർട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആരോടും തോക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ SRHും ലക്നൗമായിട്ടുള്ള മാച്ചിൽ കണ്ടു. അതുപോലെ തന്നെ ചെന്നൈയുടെ കണ്ടീഷൻസ് ചെന്നൈ പരാജയപ്പെടുന്ന കണ്ടു. അങ്ങനെ എല്ലാ ടീമുകൾക്കും ഈക്വലി ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു IPL. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ വളരെ ടൈറ്റാണ്. മുംബൈ അല്ല, ഏത് ടീമായാലും. സോ മൂവിങ് ഫോർവേഡ് എല്ലാ ടീമുകളും അത്രയും കോമ്പറ്റീറ്റീവായിട്ട് മത്സരിച്ചേ പറ്റത്തുള്ളൂ. ഒരു ഹാഫ് വേ കഴിയുമ്പോഴത്തേക്ക് കാര്യങ്ങൾ ഭയങ്കര ടൈറ്റ് ആവും. മിക്കവാറും ഒരു നെറ്റ് റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും ടോപ്പ് 4 അവസാനം തിരഞ്ഞെടുക്കേണ്ടി വരിക. കാരണം അതുപോലെ എല്ലാ ടീമുകളും നല്ല ടീമുകളാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുംബൈ
ഓൾറെഡി ഹിസ്റ്റോറിക്കലി നല്ല ടീമാണ് മുംബൈയും ചെന്നൈയും. ഇനി പുതിയതായിട്ട് നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ ഈ വർഷം അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. GT ഇപ്പോൾ ഒരു മാച്ച് ജയിച്ചു. അതുപോലെ തന്നെ ഡൽഹി ഒരു അൺബിലീവബിൾ ആയിട്ടുള്ളൊരു ചേസ് പുൾ ഔട്ട് ചെയ്തു. പഞ്ചാബ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം എന്തായാലും IPL ഭയങ്കര ടൈറ്റ് ആയിരിക്കും. ഇനി വരുന്ന മാച്ചുകളിൽ എന്തായാലും നമുക്ക് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നമുക്ക് ക്രിക്കറ്റോട് ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ കൂടുതൽ വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു IPL റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.